നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ കനൽ ആളിപ്പടരുന്നതിനിടയിൽ ഇറാന്റെ പുതിയ ഭരണ നേതൃത്വത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമെന്ന കടുത്ത പ്രഖ്യാപനവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ ആ സ്ഥാനത്തേക്ക് നിയമിതനാകുന്ന അടുത്ത വ്യക്തിയെയും വധിക്കുമെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ പ്രസ്താവന മേഖലയിൽ വലിയ ആശങ്കയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. സമാധാന ചർച്ചകൾക്ക് പകരം സമ്പൂർണ്ണ നാശമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ. ഈ ആക്രമണോത്സുക നിലപാടുകൾക്ക് പിന്നിൽ ലോക പോലീസായി അറിയപ്പെടുന്ന അമേരിക്കയുടെ സൈനികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള കൃത്യമായ പിന്തുണയുണ്ട് എന്നത് വസ്തുതയാണ്. അമേരിക്ക നൽകുന്ന ആയുധബലവും ധൈര്യവുമാണ് ഇസ്രായേലിനെ ഇത്തരം കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നത്. ഇറാന്റെ പുതിയ ഭരണാധികാരികളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ രൂപീകരിച്ചിട്ടുള്ള ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന സൈനിക നീക്കം അതീവ ഗൗരവകരമാണ്. പുതിയ ഭരണാധികാരി ആരായാലും അവരുടെ പേരോ ഒളിത്താവളമോ തങ്ങൾക്ക് ഒരു പ്രശ്നമല്ലെന്നും അവരെ ഈ ഭൂമുഖത്തുനിന്ന് തന്നെ തുടച്ചു നീക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കും. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രിയും ചേർന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് ഇത് സംബന്ധിച്ച കർശന നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. ലക്ഷ്യം പൂർത്തിയാകുന്നത് വരെ സൈനിക നീക്കത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന വാശിയിലാണ് ഭരണകൂടം. ഇത് ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ആയത്തുള്ള ഖമേനിയുടെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി അധികാരമേറ്റെടുക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. 57 വയസ്സുകാരനായ മുജ്തബ ക്വാമിലെ സെമിനാരിയിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആളും കടുത്ത യാഥാസ്ഥിതിക നിലപാടുകൾ വെച്ചു പുലർത്തുന്ന വ്യക്തിയുമാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിൽ വലിയ സ്വാധീനമുള്ള ഇദ്ദേഹത്തിന് ഭരണകൂടത്തിനുള്ളിൽ ശക്തമായ അടിത്തറയുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുള്ള വധഭീഷണികളും അതോടൊപ്പം തന്നെ സുരക്ഷാ പ്രശ്നങ്ങളും നിലനിൽക്കുന്നതിനാൽ തന്നെ ഇറാന്റെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വൈകുകയാണ്. പിതാവ് കൊല്ലപ്പെട്ട അതേ ആക്രമണത്തിൽ മുജ്തബയുടെ ഭാര്യയ്ക്കും മകനും ജീവൻ നഷ്ടപ്പെട്ടിരുന്നുവെന്നതും വലിയൊരു വ്യക്തിപരമായ ആഘാതത്തിനിടയിലാണ് അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇറാന്റെ സൈനിക ശേഷി തകർക്കുക എന്നതിലുപരിയായിട്ട് അവിടുത്തെ നിലവിലത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാനാണ് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായിട്ട് ശ്രമിക്കുന്നത്. ഇറാനിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ജനങ്ങളെ സഹായിക്കുമെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ ഇറാന്റെ പ്രതിരോധ മേഖലയെ പൂർണ്ണമായിട്ട് നിശ്ചലമാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. സൈനിക താവളങ്ങളും ആണവ നിലയങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഇറാന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലാണുള്ളത്. സാധാരണ സൈനിക താവളങ്ങളും ആണവ നിലയങ്ങളും ഒക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഇറാന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയാണ് ഉള്ളത്. സമാധാന ശ്രമങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് സൈനിക ശക്തിയിലൂടെ അധികാരം പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കിയെടുക്കാനോ ഉള്ള നീക്കമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. അമേരിക്കയുടെ പങ്കാളിത്തം ഈ സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുവെന്നതാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ള വസ്തുത. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനം സ്ഥാപിക്കുമെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക ഇസ്രായേലിന്റെ ഓരോ നശീകരണ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ശക്തമായ പിൻബലമായിട്ട് നിലകൊള്ളുന്നു. ഇസ്രായേലിന് ആവശ്യമായിട്ടുള്ള അത്യാധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഒക്കെ തന്നെ നൽകുന്നതിലൂടെ പശ്ചിമേഷ്യയെ ഒരു വലിയ യുദ്ധകളമാക്കി മാറ്റാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. നശീകരണത്തിന്റെ ശക്തി ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഊർജ്ജ വിപണിയെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഈ അച്ചുതണ്ട് ലോക സമാധാനത്തിന് വലിയ ഭീഷണിയായി മാറിക്കഴിഞ്ഞു. ചുരുക്കത്തിൽ രക്തരൂഷിതമായ ഒരു പോരാട്ടത്തിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ഇറാൻ നേതൃത്വം നേരിടുന്ന വെല്ലുവിളികൾ കേവലം അത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഒതുങ്ങുന്നതല്ല. ഇസ്രായേലിൻ്റെ ഭീഷണികളും അമേരിക്കയുടെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളും പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെയൊക്കെ തന്നെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കാൻ പോന്നവയാണ്. ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ അനിയന്ത്രിതമായിട്ടുള്ള ഒരു മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. മനുഷ്യാവകാശങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ സൈനിക നീക്കങ്ങൾ ലോക ജനതയെ തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ തള്ളിവിടുന്നത്.